കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഒരുമിച്ച് ചില ദിവസങ്ങൾക്ക് ശേഷം ആയിരിക്കാൻ്റെ ഗുണം കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാവിലെ മുതൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചു, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നു. ആരോഗ്യത്തോടെ ജീവനുള്ളവരുടെ ദേശത്ത് നിന്റെ സന്നിധിയിലായിരിക്കാൻ്റെ ഗുണം കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങൾ നിന്റെ വചനം ധ്യാനിപ്പാനായി പോകുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ ലൈനിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉറക്കെ വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ചു അനുസരിച്ചിരുന്നു. നന്മ ചെയ്തു യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതിനാൽ നിങ്ങളും അവളുടെ മക്കൾ ആയിത്തീർന്നു. താങ്ക് യു. 1 പത്രോസിന്റെ ലേഖനം 1ഉം 2ഉം അധ്യായങ്ങൾ കർത്താവിന്റെ കൃപയാൽ നമുക്ക് പഠിക്കുന്നതിന് ഇടയായി തീർന്നു. 3-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് 1-ാം അധ്യായം 1 തൊട്ട് 3-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് 12-ാം വാക്യം വരെ, 1-ാം അധ്യായം 3 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതി എന്താണ്. 3 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ, 1-ാം അധ്യായം 3 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ അത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. തന്നിമിത്തം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് 13 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങളിൽ ലൈഫ് സ്റ്റൈൽ ഓഫ് സാൽവേഷൻ, രക്ഷിക്കപ്പെട്ട ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ കണ്ടത്. എ ലൈഫ് സ്റ്റൈൽ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ ഒരു ജീവിതം, ഭയത്തോടു കൂടിയ ജീവിതം. 17-ാം വാക്യം തൊട്ട് 21-ാമത്തെ വാക്യം വരെ ഭയത്തോടു കൂടിയ ഒരു ജീവിതം, ദൈവ ഭയത്തോടു കൂടിയ ഒരു ജീവിതം. മാത്രമല്ല സ്നേഹിക്കുന്ന ഒരു ജീവിതം, എ ലൈഫ് ഓഫ് ലവ്. 1-ാം അധ്യായം 22 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുവാനിടയായി. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഗ്രോത്ത് ഇൻ സാൽവേഷൻ. 1-ാം അധ്യായത്തിൽ പ്ലാൻ ഓഫ് സാൽവേഷൻ, 2-ാം അധ്യായത്തിൽ ഗ്രോത്ത് ഇൻ സാൽവേഷൻ, രക്ഷയിൽ എങ്ങനെ വളരുവാൻ കഴിയും. അതിനായി നമ്മൾ പഠിച്ചത് 2-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ ഗ്രോത്ത് ത്രൂ ദ പ്യുവർ മിൽക്ക്, ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം എന്ന് നമ്മൾ പഠിച്ചു. അത് ആർത്തിയോടെ കുടിക്കണം. ദീർഘദിവസങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരു വ്യക്തി ആഹാരം കിട്ടുമ്പോഴുള്ള ആർത്തി, വിശപ്പ്, ദാഹം, അതുപോലെ ദൈവവചനം പഠിക്കണം. അതിനെ നമ്മൾ ഹൃദ്യസ്ഥമാക്കണം. അതിനെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം എന്നാണ് നമുക്കന്ന് പഠിക്കുവാൻ കഴിഞ്ഞത്. അടുത്തത് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ടെമ്പിൾ ആൻഡ് പ്രീസ്റ്റ്ഹുഡ്. 4-ാം അധ്യായം 2-ാം അധ്യായം 4 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന കല്ലുകളിൽ കല്ലുകളായി ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് പണിയപ്പെടുന്നു. ഇതാണ് നമ്മൾ പഠിച്ചത്.
ഇത് മുറയ്ക്ക് നമ്മൾ കണ്ടതാണ്. പിന്നെ 9-ാം വാക്യം തൊട്ട് 9-ഉം 10-ഉം വാക്യങ്ങളിൽ നേഷൻ ഓഫ് പ്രീസ്റ്റ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് തൻ്റെ വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ്റെ ഗുണം തിരഞ്ഞെടുത്തൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ അതിനുശേഷം നമ്മൾ കണ്ടത് ക്രിസ്ത്യൻ സബ്മിഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഒരു തീരാനുള്ളൊരു ഭാഗമാണ് നമ്മൾ 3-ാം അധ്യായത്തിൽ പഠിക്കുന്നത്. എങ്ങനെ ക്രിസ്തുവിൻ്റെ രക്ഷ പ്രാപിച്ചവരായ ആളുകൾ എങ്ങനെ ജീവിക്കണം. 2-ാം അധ്യായം 11-ാം വാക്യം തൊട്ട് 3-ാം അധ്യായം 12-ാം വാക്യം വരെ നമ്മൾ കണ്ടത്. ഇനി കാണാൻ പോകുന്നതും ഇത് തന്നെയാണ്. ഡ്യൂട്ടി ഓഫ് ക്രിസ്ത്യൻ സബ്മിഷൻ. നമ്മൾ കീഴടങ്ങിയിരിക്കുന്ന ആളുകളാണ്. ആർക്കെല്ലാം കീഴടങ്ങണം? 2-ാം അധ്യായം 13 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ സിവിൽ അതോറിറ്റിക്ക്, ഗവൺമെന്റുകൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം. 11 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് വർക്ക് പ്ലേസിൽ എ സ്ലേവ് ടു മാസ്റ്റർ. വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നാം കീഴടങ്ങിയിരിക്കണം. അപ്പോൾ ഗവൺമെന്റിന് കീഴടങ്ങണം, വർക്ക് പ്ലേസിൽ കീഴടങ്ങണം എന്ന് നമ്മൾ പഠിക്കുക. അടുത്തത് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്, വായിച്ച് കേട്ട വേദഭാഗം, ദ സബ്മിഷൻ ഓഫ് ക്രിസ്ത്യൻ വൈഫ്സ്. ഭാര്യമാർ ഭവനത്തിൽ എങ്ങനെയായിരിക്കണം. അടുത്തത് കാണാൻ പോകുന്നത് ഭർത്താക്കന്മാരും എങ്ങനെയായിരിക്കണമെന്ന് അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണുവാൻ പോകുകയാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ക്രിസ്തീയ ജീവിതം വളരെ പ്രായോഗികമാണ്. പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ദൈവം വെച്ചിരിക്കുന്ന പ്ലാൻ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആത്മീയമായി ആരാധിക്കുമ്പോൾ, വളരെ ശക്തമായി ആത്മീയമായി നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് നിയമങ്ങൾക്ക് അധീനരാണ് നമ്മളെല്ലാവരും. നമ്മളിന്ന് അതാണ് കാണുന്നത്. നമ്മൾ ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാം. 3-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള ഭാഗങ്ങൾ. ഭാര്യമാരുടെ സബ്മിഷൻ എങ്ങനെയാണ്? നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ നോക്കണം. ഇന്ന് കേരളത്തിലെ ചരിത്രം നോക്കിയാൽ ഡൈവോഴ്സ് ചെയ്ത ആളുകളിൽ ഏകദേശം 20 തൊട്ട് 25% വരെ ക്രിസ്ത്യാനികളെന്ന് നാമകരണം ചെയ്യപ്പെട്ട വ്യക്തികളാണ്. വളരെ അലാമിംഗ് ആണ്. അതായത് 25% ക്രിസ്ത്യാനികളാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 1000 പേര് ഡൈവോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 3.7% ക്രിസ്ത്യാനികളാണ്. എനിക്ക് എത്ര പേര് വിശ്വാസികളാണെന്ന് പറയാനൊക്കത്തില്ല. എന്നാൽ ഇതേ പാറ്റേൺ ഇന്നും വിശ്വാസ സമൂഹങ്ങളിലേക്ക്, ദൈവസഭകളിലേക്ക് കടന്നു വരികയാണ് ഡൈവോഴ്സ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഡൈവോഴ്സ് ചെയ്യാമോ? ചെയ്താൽ എങ്ങനെയാണ്? അപ്പം ദൈവത്തിൻ്റെ പ്ലാന് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പം ഇന്ന് ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ചെറിയ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളവിടെ എന്താ വായിച്ചത്? ഭാര്യമാരെ, 1-ാം വാക്യം, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. അവരിൽ വല്ലവരും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്. അവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം ഈ ഭാഗം ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് കോഡ് ഓഫ് കണ്ടക്ട്. പല ഭാഗങ്ങളിലായി ഭാര്യയും ഭർത്താവും മക്കളും എങ്ങനെ ഭവനത്തിൽ ഒരുമിച്ച് വസിക്കണമെന്നുള്ളതിന് ഒരു ഗൈഡ് ലൈൻ ദൈവത്തിൻ്റെ വചനം കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ ചില വാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ച് കേൾപ്പിക്കാം.
എല്ലാവരും വേദപുസ്തകം എടുത്താൽ മതിയാകും, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എഫെസ് ലേഖനം, ഇത് കൂടാതെ എഫെസ് ലേഖനം 5-ാം അധ്യായം. എല്ലാവരും ഇത് കല്യാണത്തിൻ്റെ ഒരു പ്രസംഗമാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്, ദൈവവചനം പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും എടുക്കാം. എഫെസ് ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. എന്തിനാ 3 തവണ വായിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ക്രിസ്തു ശരീരത്തിൻ്റെ, അതിൻ്റെ 22-ാമത്തെ വാക്യം, ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. 24-ാമത്തെ വാക്യം, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. കൊലോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. കൊലോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുകയും. 1 തീമോഥെയോസ് 2-ാം അധ്യായം 9-ാം വാക്യം. 1 തീമോഥെയോസ് 2-ാം അധ്യായം 9-ാം വാക്യം. ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം സൽപ്രവർത്തികൾ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. ഞാൻ ആ ഭാഗത്തോടുകൂടി ടൈറ്റസ്, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 4-6 വരെയാണ് അടുത്ത ഭാഗം. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പതിവ്രത ഉള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കും. നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്ട്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഫ്രെയിം വർക്കിൽ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. സാധാരണഗതിയിൽ ഇത് ഈ വാക്യങ്ങൾ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. അവിടെ വായിക്കുന്നത് ഇൻ ദ സെയിം വേ, സിവിൽ അതോറിറ്റിക്ക് മാസ്റ്റർ സ്ലേവിന് കീഴ്പ്പെടുന്നത് പോലെ അത് സെയിം വേ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, സ്വന്തം ഭർത്താക്കന്മാർക്ക് കേട്ടോ. ഇതിനൊക്കെ പറയുന്നതിന് റീസൺസ് ഉണ്ട്. ഇന്ന് പലരും മാരേജ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സ്വന്തം ഭർത്താക്കന്മാരെ കീഴടങ്ങുവാനായി താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ കാണുന്നത് ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. കീഴടക്കുകയല്ല, കീഴടങ്ങുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്നത് അടിമകളെ പോലെ കീഴടങ്ങുകയല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് 1-7 വാക്യം, 3-ാം അധ്യായം 7-ാം വാക്യം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. അപ്പൊ സ്ലേവിനെ പോലെയല്ല, ഭാര്യമാർ സ്ലേവിനെ പോലെയല്ല. ബലഹീന പാത്രമെന്ന് ഇതൊക്കെ പറയുമ്പോൾ ഒത്തിരി കോൺട്രവേഴ്സിയാണ്. ഇന്ന് ആൾക്കാർ പലരും ബലഹീന പാത്രം എന്നൊന്നും അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, എന്നാൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇന്നത്തെ ഒരു ഇന്റർവ്യൂ കാണുകയുണ്ടായി. ഇവിടുത്തെ പ്രസിഡന്റ് ട്രംപിന്റെ അതിൽ
ഒരു ഒരു വലിയ ഒരു 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 ക്വസ്റ്റ്യനിങ് സെഷൻ ഉണ്ടായിരുന്നു. സീക്രട്ട് സർവീസിൻ്റെ ഇവിടുത്തെ അമേരിക്കയുടെ ഹെഡ് ഒരു സ്ത്രീയാണ്, ഷീറ്റ്ലി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവരെ ഏതാണ്ട് 10-25 നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ MP-മാർ ചോദ്യം ചെയ്യുന്നത് കണ്ടു. ആ സർവീസിൽ 29 വർഷം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ. അന്നേരം ബലഹീനപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സെൻസിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളിലും അവരെ മുൻപന്തി വരുന്നൊരു കാലമാണ്. അത് തന്നെ അങ്ങനെ വേണം. പക്ഷെങ്കിൽ ഞാനതല്ല ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഞാനത് പറയാം. ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശി. അപ്പം ഭാര്യമാർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. അപ്പൊ അടിമയെ പോലല്ല, ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ദൈവം വച്ചിരിക്കുന്ന ഒരു സിസ്റ്റമായി. ഫെമിനിസ്റ്റുകൾ ഒരുപാട് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലം. ഫെമിനിസ്റ്റ് തിയോളജീസ് ഒക്കെ ഉണ്ട്. പുരുഷന്മാരെ പോലെ തന്നെ സഹോദരന്മാരെ പോലെ തന്നെയുള്ള അവകാശമാണ്. അവർ പറയുന്നതിനകത്ത് കുറേയേറെ അർത്ഥമുണ്ട്. അപ്പം ഓരോരോ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതാണ് ദൈവം വെച്ചിരിക്കുന്നൊരു സിസ്റ്റം. ആ സിസ്റ്റം എങ്ങനെയാണെന്നാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് സ്ലേവ് തൻ്റെ യജമാനന് കീഴടങ്ങുന്ന പോലുള്ളൊരു കീഴടക്കമല്ല. കാരണം അവർ ഒരുമിച്ച് ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. ജോയിൻ ഹെയർസ് എന്നാ പറയാം, കോഹേഴ്സ് എന്നൊക്കെ പറയാം. ഈക്വല നിത്യത ചെല്ലുമ്പം ഈക്വലാന്ന് നമ്മൾ ആരെ അറിയുന്നില്ല എന്ന് പറഞ്ഞ ഈ വാക്യപ്രകാരം എനിക്ക് സമ്മതിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ അവരെ ബഹുമാനിക്കണമെന്ന് ഭർത്താക്കന്മാർ അടുത്ത ആഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആദ്യമേ പറയുന്ന ഭാര്യമാരോടാണ്. ഭാര്യമാർ, ക്രിസ്തീയ കുടുംബങ്ങളിലെ ഭാര്യമാർ ഒരു അടിമകളെ പോലെ അല്ല എന്നാണ് ഇവിടെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു മൂലം അവർ കീഴടങ്ങി. ഇതൊരു സിസ്റ്റം വെച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഓരോ ഓഫീസിനൊരു ഓർഡറുണ്ട്, ഗവൺമെന്റിനൊരു ഓർഡറുണ്ട്. ഗവൺമെന്റിന് മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറീസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടല്ലോ. പിന്നെ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഇങ്ങനെ ലെവലുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലാഡറുണ്ട്. അതുപോലെ ഭവനത്തിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാഡറുണ്ട്. ലാഡർ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് അത് എങ്ങനെയാ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. ഇത് തലതിരിഞ്ഞു പോകുമ്പോഴാണ് കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ഭർത്താക്കന്മാരെ ഓർക്കേണ്ടത് ഇവരെ കീഴടക്കാൻ പാടില്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിമാർ, അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. വളരെ ശാന്തമായി നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പം അവർക്ക് ബഹുമാനം ബഹുമാനിക്കണം, കുഴപ്പമില്ല, ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പുതിയ നിയമം എഴുതുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പാട്രിയാർക്കിക്കൽ കാലഘട്ടമാണ്, പുരുഷ മേധാവിത്വമുള്ള കാലഘട്ടം. ആ സമയത്താണ് ഇത് എഴുതുന്നത്. അപ്പം അവർക്ക് വേണ്ടുന്നത് അന്നത്തെ കാലത്ത് ഉള്ള കൾച്ചർ അല്ല. ഇന്നും ഏറെക്കുറെ അതൊക്കെ തന്നെയാണ്, നമ്മുടെ നാടുകളിലും എല്ലാം അതൊക്കെ തന്നെയാണ്. ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. ഓക്കെ, അടുത്ത വാക്യം. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം, ആരാ? ഭർത്താക്കന്മാർ, നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, രണ്ടാം വാക്യത്തിലേക്ക് ഞാൻ പോകുന്നു, വായിക്കുന്നു, വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. അതാണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് അന്നത്തെ കാലത്ത് ഈ കൺവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ
രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നുകൊണ്ടിരിക്കുക. ഭാര്യമാര് വിശ്വസിച്ച് പക്ഷേ നേരത്തെ കടന്നു വരാം. ഭർത്താക്കന്മാർ അതേസമയം ജാതീയ ബാക്ക്ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്. അല്ലാതെയും വിശ്വാസികളോടും ഇത് ആപ്ലിക്കബിളാണ് ഈ വാക്യം. അപ്പം അവരോട് പറയുന്നത്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടാത്തവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവനെ വേണ്ടാന്ന് പറയരുത്. പ്രൈമറിലി അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അവർക്ക് കീഴടങ്ങിയിരിക്കണം. അടുത്തത്, നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങളുടെ നടപ്പ് കണ്ടറിയണം. ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഈ രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗങ്ങളായ ഈ സഹോദരിമാർക്ക് പുറത്ത് കൊടുക്കുക. അവർക്ക് ഓപ്ഷനുണ്ട്. ഇവരെ ഡൈവോഴ്സ് ചെയ്യാം. ഞാൻ ഇനിയും ക്രിസ്ത്യാനിയായി. അന്നത്തെ കാലത്താ ഡൈവോഴ്സ് അന്നും ഉണ്ട് കേട്ടോ. അവരെ ഡൈവോഴ്സ് ചെയ്യാം, എനിക്കിനി ആ ഭർത്താവിനെ വേണ്ട എന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളത് ചെയ്യരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുക. അപ്പം ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡൈവോഴ്സ് അനുവദനീയമാണോ അല്ലയോ. നിസ്സാര കാര്യങ്ങൾക്കാണ് ഡൈവോഴ്സ് എന്ന് പോകുന്നത്. എനിക്കറിയാവുന്നൊരു കേസുണ്ട്. ആ കേസ് എന്ന് പറയുന്നത്, ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വേണ്ട രീതിയിൽ പെൺകുട്ടിക്ക് പരിഗണന കൊടുത്തില്ല. അപ്പൻ വിളിച്ചു പറഞ്ഞ് മോളിങ് പോരാൻ പറഞ്ഞു. മോളിങ് പോരാൻ പറഞ്ഞ് മോള് പിറ്റേ ഫ്ലൈറ്റിന് കയറി പോരുന്നു. 6 മാസം അവർ അനങ്ങിയില്ല. പിന്നെ ഈഗോ ഇഷ്യൂ ആയി. ഈഗോ ഞങ്ങളിങ്ങനെ ഇനി അവരുടെ മുമ്പിൽ തലകുനിക്കുന്നത്. ഡൈവോഴ്സ് ചെയ്തു, 2ാമത് കല്യാണം കഴിച്ചു. ലജ്ജ എന്ന് പറയുന്നത് 1ാമത്തെ കല്യാണവും 2ാമത്തെ കല്യാണവും ഒരേ രണ്ട് പാസ്റ്റർമാരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അതിനെ നടത്തുകയും ആശ്രവദിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, വിവാഹം ദൈവത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്, വിവാഹം ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതും നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ മറുവശം കൂടെ പഠിക്കണം. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക്, എനിക്കറിയാം എന്നെ കേൾക്കുന്നവരാരും ഇപ്പം വിവാഹബന്ധം വേർപിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല എന്ന് എൻ്റെ ഡയറക്റ്റ് ഓഡിയൻസിന് എന്നെനിക്കറിയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇതൊന്നും മനസ്സിൽ വെച്ചേക്കണം. ദൈവത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. ഫാമിലിയെ തൊട്ടാൽ സാത്താൻ ജയിച്ചു. അതുകൊണ്ട് നിങ്ങൾ കല്യാണം ആലോചിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോൾ വളരെ പ്രാർത്ഥിച്ചിട്ട് വേണം ഇതെടുക്കുവാൻ. ഒരുപാട് ക്ലിറ്ററിംഗ് ആയ മിന്നുന്ന ആലോചനകളൊക്കെ വന്ന് നിങ്ങളെയൊക്കെ വശീകരിക്കും. പലതരത്തിലുള്ള ആലോചനകൾ വരും. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അത് ക്ലിയർ ആക്കി തരും. അപ്പൊ ദൈവത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ മാരേജ്. ഞാനിത് പറയുമ്പോൾ ഇത് പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഇങ്ങനെ നോക്കിയേ, രക്ഷിക്കപ്പെടാത്തൊരു ഭർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ പറയുന്ന പത്രോസ് അപ്പോസ്തലന്റെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാ പൗലോസും പറയും. ക്രിസ്തീയ സഭയുടെ ആറ്റിറ്റ്യൂഡ് അതാ. പഴയനിയമം അത് തന്നെയാ പറയുന്നത്. വിവാഹമോചനം ഞാൻ വെറുക്കുന്നു. മലാഖിയുടെ പുസ്തകത്തിൽ അതാ കാണും. ഇന്ന് ഉടുപ്പ് മാറുന്നത് പോലെ വിവാഹ ബന്ധം വിച്ഛേദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസക്തി. ദൈവസഭകൾ പോലും ഇതിൻ്റെ അകത്ത് വലഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകുമെന്നാണ് വായിക്കുന്നത്. അപ്പം ഈ ഭാഗം അവരെ
അതിന് വിളിക്കുന്നത് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്തൊരു ഭർത്താവ് ഭാര്യയുടെ കണ്ടക്റ്റിനാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂടെ ജീവിക്കുമ്പോൾ അവളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് അവ ക്രിസ്തുവിനെ അംഗീകരിപ്പാനിടയാകും. കാത്തലിക് ചർച്ചിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു ഭക്തനായ ഒരു മനുഷ്യനാണ്, വിശുദ്ധനായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുക. നമുക്കത് പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പേരാണ് അഗസ്റ്റിൻ, സെയിന്റ് അഗസ്റ്റിൻ. സെയിന്റ് അഗസ്റ്റിന്റെ പിതാവ് ഭയങ്കരമായ നൊട്ടോറിയസ് ടെമ്പർ എന്നാണ് എനിക്ക് അതിനെപ്പറ്റി വായിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പേര് പട്രീഷ്യസ് മുൻകോപിയും ശുണ്ഠിക്കാരനും പലതരത്തിലുള്ള വികാരങ്ങളുടെ തള്ളൽ നിമിത്തം ഇങ്ങനെ ഭയങ്കരമായ പ്രശ്നമുള്ള മനുഷ്യൻ. അദ്ദേഹം ആ സിറ്റിയിലെ ഏറ്റവും വലിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സിറ്റി ഹാളിലെ ഏറ്റവും നിയമനിർമ്മാണത്തിന്റെ ഒരു പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭയങ്കര മുൻകോപിയായ മനുഷ്യൻ, അധികാരമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മോണിക്ക. ഷീ ബിക്കേം എ ക്രിസ്ത്യാനിയോട് മാറിക്കഴിഞ്ഞപ്പോൾ അവൾ ഈ മനുഷ്യനെ ഈ പറഞ്ഞ വാക്യപ്രകാരം അദ്ദേഹത്തോട് ഇടപെടാൻ തുടങ്ങി. ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത അന്ത്യത്തിൽ, ബിക്കോസ് ഓഫ് ദ ലൈഫ് ഓഫ് മോണിക്ക, തന്റെ ഭാര്യയുടെ ജീവിതത്തിലുള്ള പ്രത്യേകതകൾ നിമിത്തം അവൾ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ അവളിലുള്ള പ്രത്യേകതകൾ നിമിത്തം, ആ ദൈവസ്നേഹത്തിന്റെ അവളിലുള്ള അവളുടെ റിഫ്ലക്ഷൻ നിമിത്തം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും ക്രിസ്ത്യാനിയായി തീരുവാനും സ്നാനപ്പെടുവാനും ഇടയായി എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം AD 371 അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായി വളരെ സ്ട്രോങ് ആയ ഒരു വിശ്വാസിയായി മാറി. അതിന് കോസ്റ്റ് കൊടുക്കേണ്ടത് വന്നത് എന്താണെന്നറിയാമോ? മോണിക്കയുടെ ജീവിതമാണ്. ഇത് പഠിക്കുമ്പോൾ കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യത എന്ത്, ഭാര്യമാരുടെ സ്ഥാനം എന്താ, ഭർത്താക്കന്മാരെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന പരിപാടിയായി. ഫെയ്ത്ത് വിതൗട്ട് ടോക്ക്, സംസാരിക്കാത്ത പ്രസംഗിക്കാത്ത വിശ്വാസം. ഫെയ്ത്ത് വിതൗട്ട് എ വേർഡ്. എല്ലാവരും ഇതിനെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഫെയ്ത്ത് വിതൗട്ട് എ വേർഡ്. പ്രിയമുള്ളവരെ, ഞാൻ പല കർത്താവിന്റെ ദാസന്മാരോട് നമ്മുടെ ഇടയിൽ തന്നെ എല്ലാ വെളിയിലുള്ളവരോടൊക്കെ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും അവർ പറയാറുണ്ട്, ഇപ്പം സുവിശേഷം അറിയിക്കാൻ ഭയങ്കര പാടാണ്. ശരിയാ, സത്യമുണ്ട്. പരസ്യത്തിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ ചുമ്മാതെ എടുത്തിട്ട് തല്ലാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിലല്ല, ബ്രദറുകാർ, കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള പല ദൈവദാസന്മാരോടുമായിട്ട് എനിക്ക് ഇടപെടാൻ കഴിയുന്നതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു. ഇത് ഭാര്യമാർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ നടപ്പ് faith without talk. സുവിശേഷം പറയാൻ അനുവാദമില്ലെങ്കിൽ വേണ്ടതേ. But you can walk, you can preach with your life. നിങ്ങളുടെ ജീവിതം കൊണ്ട്, എന്റെ ജീവിതം കൊണ്ട് അവിടെ നടന്നു പോകുമ്പോ തന്നെ ഒരു പ്രീച്ചിങ് വിത്തൗട്ട് എ വേർഡ്. ഇതാണ് ഒരു ഭാര്യയുടെ ജീവിതത്തിന്റെ സ്റ്റൈലാക്കണമെന്ന് പത്രോസ് അപ്പോസ്തലനോട് പറയും. ഭാര്യ മാത്രമല്ല കേട്ടോ, നമ്മൾ ഓരോരുത്തരും ജീവിതം പ്രസംഗമാക്കി മാറ്റണം. ഒരു വേർഡ് പറയരുത്, ഒറ്റ
ഞാൻ മോണിക്കയുടെ കാര്യം പറഞ്ഞല്ലോ. പട്രീഷ്യസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച അതിൽ നിന്നാണ് സെയിന്റ് അഗസ്റ്റിൻ അത് മാത്രമല്ല, she persistently prayed for her husband salvation. നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന മാത്രം പോരാ, നിരന്തരമായ ജീവിതത്തിന്റെ ശൈലി. ഇവൾക്കൊരു വ്യത്യാസമുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലൈനിൽ ആയിരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, നമ്മുടെ ജീവിതം വ്യത്യാസമുള്ള ജീവിതമാകണം. എല്ലാവരും പറയുന്ന ലാംഗ്വേജ് പറയാൻ പാടില്ല. എല്ലാവരും കാണുന്ന TV കാണാൻ പാടില്ല. എല്ലാവരും ജീവിക്കുന്ന സ്റ്റൈലിൽ ജീവിക്കാൻ പാടില്ല. എല്ലാവരും പോകുന്ന ബാറിൽ ആരും കാണാതെ പോകരുത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പ്രിയമുള്ളവരെ, ഈ സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ വളരെ ശാന്തമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, അതായത് അത് എന്നെക്കുറിച്ച് കൂടെ പറയുന്നത് കേട്ടോ, നടപ്പ് കണ്ടറിഞ്ഞ്. ഇതൊരു ഇവാഞ്ചലൈസേഷൻ കോളാ. നമ്മൾ സാധാരണ ഇവാഞ്ചലൈസേഷനൊക്കെ ചില ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് വലിയ മെഗാ കൺവെൻഷൻ, മെഗാ ക്രൂസൈഡ്സ്, ഇതൊക്കെയുണ്ട്. നമുക്ക് പവർ ഇവാഞ്ചലിസം ഉണ്ട്. വെരി ഗുഡ്. പക്ഷെ ഈ ഒരു ഇവാഞ്ചലിസം നമ്മളെല്ലാവരും എടുക്കേണ്ടത്, ഈ ഒരു അർത്ഥത്തിൽ നമ്മളെല്ലാവരും സുവിശേഷകരാണ്. നമ്മുടെ സുവിശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം കൊണ്ട്, ഒരു വാക്ക് പോലും പറയുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥാനത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ചര്യകൾ കണ്ട് യേശുവിനെ കണ്ടെത്തുവാൻ കഴിയുമെന്നാണ് പത്രോസ് അപ്പോസ്തലനോട് പറയുന്നത്. അപ്പോൾ ആത്മാക്കൾ കൂടും. എനിക്കൊരു സഹോദരിയെ നന്നായിട്ടറിയാം. ആ സഹോദരി നേഴ്സിംഗ് ഫീൽഡിലുള്ളൊരു സഹോദരിയാണ്. കൂടെ 10-20 സ്റ്റാഫുണ്ട്. ഇയാൾ മാത്രമാണ് പെന്തിക്കോസിൽ. പക്ഷെങ്കിൽ അദ്ദേഹം അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇവരൊക്കെ വളരെ സ്നേഹത്തോടെ, ഒരു നടനമല്ല, വളരെ ഭവ്യതയോടെ, ആളുടെ സ്വഭാവം തന്നെയാണ്. അവരോട് ഒന്നും പറയത്തില്ല. അവരൊക്കെ ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അവരൊക്കെ സ്നാനപ്പെടാൻ തുടങ്ങി, രക്ഷിക്കപ്പെടാൻ തുടങ്ങി, സ്നാനപ്പെടാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം ഇന്നവരൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വിശ്വാസികളാണ്. നമ്മുടെ ജീവിതം ഇതാണ് പത്രോസ് അപ്പോസ്തലനോട് പറയുന്നത്. വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. പിന്നെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ അലങ്കാരം, 3-ാം വാക്യം, തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. ഇത് നമ്മൾ റോമൻ കോണ്ടെക്സ്റ്റിലാണ് നമ്മളിത് പഠിക്കേണ്ടത്. എന്താ അന്നത്തെ റോമാക്കാർ ഉപയോഗിച്ചിരുന്ന ആഭരണം. യേശുവിനെ അത് ഒന്ന് കാണിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാം. അവരുടെ പൊന്നാഭരണങ്ങൾ. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഇതൊക്കെയാന്ന് അവർ ധരിച്ചുകൊണ്ടിരുന്നു. ഉണ്ടോ? ഇത് ധരിക്കണമെന്നും ധരിക്കണ്ടെന്നും അല്ല ഇവിടെ പറയും. അത് ആഭരണം ധരിക്കണമെന്നോ ധരിക്കേണ്ടെന്നോ അല്ല, അവരുടെ അതിനോടുള്ള ഭ്രമം. ഇതൊക്കെയാണ് നിങ്ങളുടെ അലങ്കാരം. തലമുടിയോടൊന്ന് കാണിച്ചിട്ട് അന്നത്തെ ഹെയർ സ്റ്റൈൽ കാണണേ. കണ്ടോ? ആ 2ാമത്തെ റോയിൽ ഒക്കെ ഇരിക്കുന്ന ആ സ്ത്രീയുടെ തലമുടി ഉണ്ട്, വലിയ കിരീടം പോലെ. ഇതാണ് തലമുടി പിന്നുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ സാധാരണ തലമുടി പിന്നുന്ന പോലെ അല്ല. എല്ലാവരും കണ്ടല്ലോ. ഇനി ആ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അലങ്കാരം ഇതുപോലെ ഇവിടെയുണ്ട്. അമേരിക്കൻ കോണ്ടെക്സ്റ്റ് ഇതുപോലുണ്ട്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ, പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ അമേരിക്കക്കാരായ
ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ. കാരണം അതിൻ്റെ ഒന്നാമത്തെ റോയിലെ അതിൻ്റെ മിഡിലെ സ്ത്രീകളെ കണ്ടോ, അതൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും മണിക്കൂറുകളെടുക്കും. ഓക്കെ, ഇവരെ മണിക്കൂറുകളെടുക്കും, ഇഷ്ടംപോലെ പണം കൊടുക്കും. ഇവിടെ ഇപ്പോഴും ഉണ്ടത്. അത് ഓരോ 2-3 ഇതെടുത്തിട്ട് പിരിച്ച് ഇവർ അത് ആ സലൂണിലേക്ക് പോകുമ്പോൾ കണ്ടോ ആ സ്ത്രീയെ കണ്ടോ, ഇതാണ് തലമുടി പിന്നുന്നത്. അപ്പം ഇത് അന്നത്തെ ഫാഷനായിരുന്നു. ഇന്ന് ഇതില്ല. ഇന്ന് വാസ്തവത്തിൽ എത്രയോ കണ്ടോ, ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഈ വാക്യം ഇനി വായിക്കുമ്പോൾ ഇനി ആരും ഒന്നും പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാൻ അവസരം കൊടുക്കാതെ ദിസ് ഇസ് എ സ്റ്റൈൽ, ദിസ് വാസ് എ സ്റ്റൈൽ, ഇതായിരുന്നു അന്നത്തെ സ്റ്റൈൽ. ഈ സ്റ്റൈലില് താങ്ക് യു മനെ, താങ്ക് യു. അപ്പൊ പൊന്ന് കണ്ടു, തലമുടി പിന്നുന്നത് കണ്ടു. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. ഇത്ര ഭയങ്കരമായ ഉന്നതമായ നിലകളിലാണ് അവർ അന്നത്തെ സംസ്കാരം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരും അതേ രീതിയിൽ പോകുന്നവരായിരുന്നു. ഇനി വലിയൊരു ഉപദേശം പറയും, എനിക്ക് ഇന്ന് തീർക്കുവാനൊക്കത്തില്ല. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും. വസ്ത്രം വലിയേറിയ വസ്ത്രങ്ങളാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും ചിന്തിക്കാൻ കഴിയാത്ത, നമ്മളൊരു വലിയ 10,000 രൂപയുടെ ഒരു സാരി എന്നൊക്കെ പറഞ്ഞ് ലക്ഷറി ആയിട്ട് കണക്കാക്കുന്നവരുണ്ട്. ഡിപ്പെൻസ്. ഓക്കെ, നമ്മൾ ഇന്നും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഇന്നത്തെ ഈ കൾച്ചറിലും കാണുന്നത്. പത്രോസ് അപ്പോസ്തലൻ എഴുതുന്ന ഈ ഒരു പിക്ചർ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ വായിക്കുവാൻ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും. ഇതെല്ലാം മാന്യമായ രീതിയിൽ വേണം. മാന്യമായ രീതിയിൽ ഇതെല്ലാം ചെയ്യണം. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും സ്വർണത്തെക്കുറിച്ച് നിശിതമായി വിമർശിക്കാറുണ്ട്. വാട്ട് അബൌട്ട് ദ വാച്ച്, ഗോൾഡ് വാച്ച്? വാട്ട് അബൌട്ട് ദ ലക്ഷൂറിയസ് നമ്മുടെ വീടുകൾ? വാട്ട് അബൌട്ട് ദ ലക്ഷൂറിയസ് കാർ? ഇതെല്ലാം ഇതിനകത്ത് വരും. ഇതൊന്നുമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ ആഗ്രഹം ഇതൊന്നുമല്ല. നമ്മുടെ മധ്യത്തിൽ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി കർത്താവിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതിനോട് അവർഷം തോന്നി. പിന്നെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കണമെന്നുള്ളത് ഇല്ലെന്നും അല്ല ഞാനിവിടെ പറയുന്നത്. ഞാൻ ഈ ഒരു പ്രത്യേക കാര്യം പറയുവാൻ വേണ്ടിയാണ് വരുന്നത്. ഇല്ലാതിരുന്നാൽ നല്ലത്. പക്ഷെങ്കിൽ ഇതിനോടല്ല നമ്മുടെ താല്പര്യം. നിങ്ങളുടെ അലങ്കാരം എന്ത്? സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഫാഷൻ. പുരുഷന്മാരെക്കാൾ കൂടുതൽ ഫാഷൻ സ്ത്രീകൾക്ക്. അത് അവരുടെ നാച്ചുറലായിട്ടുള്ള അവരുടെ ആ ഇൻസ്റ്റിങ്ക്റ്റ്. അത് കുറ്റം പറയാനൊക്കത്തില്ല. പക്ഷെങ്കിൽ ഇതെല്ലാം മാന്യമായ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ ഇത് പുറമേ ഉള്ള മാന്യതയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമം നടത്തുമ്പോൾ എന്താണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? സൗമ്യതയും. 4-ാം വാക്യം, സാവധാനതയുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണമെന്നാ പറയുന്നത്. ഗൂഢമനുഷ്യൻ, അവളുടെ സ്പിരിറ്റ്, അത് ഗൂഢമനുഷ്യൻ. അതെങ്ങനെയായിരിക്കണം? അൺഫെയിലിംഗ് ആയിരിക്കണം. ആറ്റിറ്റ്യൂഡ്, God's high values. ഇതാ പറയുന്നു. സൗമ്യതയും സാവധാനതയുള്ള മനസ്സ്, അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ.
യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 3-ാം അധ്യായത്തിൽ ഇങ്ങനെ ആഭരണം ഉപയോഗിച്ചവരും അവര് ദൈവത്തിന്റെ ഭയഭക്തി, അവർ ആഭരണം ഉപയോഗിച്ചുകൊണ്ടല്ല, ദൈവത്തിന്റെ ഭയഭക്തി ഇല്ലാതെ ആഡംബരത്തോടു കൂടി നടന്ന അവരെ എങ്ങനെയാണ് യെശയ്യാവ് വിളിച്ചു പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഇത് ആഭരണം എന്നുള്ളതൊരു ഉപദേശമല്ല എന്ന് പ്രത്യേകം ഞാൻ പറയട്ടെ. അത് പേഴ്സണൽ ഡിസിഷൻ, അവരുടെ കാര്യം. അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അത് പറയാൻ ആഗ്രഹിക്കുക. ഒരു വേദപുസ്തക പ്രകാരം അത് ഉപദേശമായിട്ട് നമുക്ക് സ്ഥാപിക്കാനൊക്കത്തില്ല. ദിസ് ഇസ് ദി. എന്നാൽ നമ്മളുടെ ഗൈഡ് ലൈൻ ഇത് തന്നെയാണ്. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന അക്ഷയ ഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ ആയിരിക്കണം. അകത്തുള്ള മനുഷ്യന്റെ സൗന്ദര്യം, സൗമ്യത, വിനയം, താഴ്മ, അതിഥി സൽക്കാരം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാൻ കഴിയും. സൗമ്യതയുള്ളൊരു മനസ്സ്. എൻ്റെ പ്രിയ സഹോദരിമാരെ, നിങ്ങൾ അങ്ങനെയുള്ള ഒരാളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഐ നോ ഇറ്റ്. നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിപ്പെട്ടവരല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ സൗമ്യതയുള്ള മനസ്സാണ്. എനിക്ക് എന്നാലും നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളതുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം അവരൊരു വേറൊരു ഭവനത്തിലെ ഭാര്യമാരായി പോകുന്നവരാണ്. അവരുടെ ജീവിതം പരാജയപ്പെടാൻ പാടില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ടേംസിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ വലിയൊരു ഹിതമാണ്. എങ്ങനെയാ? അതിന് ഉദാഹരണമായി സാറായെ കൊണ്ടുവരികയാണ്. അതോടെ വായിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല വാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വെച്ചിരിക്കുന്ന വ്യവസ്ഥ. ഞാനെന്തോ ചെയ്യാനാ? ഈ സിസ്റ്റം ദൈവം വെച്ചിരിക്കുന്ന. അപ്പൊ തങ്ങളെ തന്നെ അലങ്കരിച്ച്, എന്തുകൊണ്ട് അലങ്കരിച്ച്? മോളി പറയുന്നു, സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന ഗൂഢമനുഷ്യനെ ദൈവീകമായ ആ ക്വാളിറ്റി കൊണ്ട് നിറച്ച് അലങ്കരിക്കുന്നു. അതേസമയം തന്നെ ബാഹ്യമായി വളരെ ഡീസൻ്റായി, വളരെ മാന്യമായി ഡ്രസ് ചെയ്യണം. വളരെ മാന്യം, നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാവുന്ന മാന്യത. നമ്മുടെ ഒരു ദൈവ പൈതലിനും മാന്യമായ നിലയിൽ ഡ്രസ് ചെയ്തുകൊണ്ട് പ്രദർശിപ്പിക്കണം. പ്രദർശിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലേക്ക് പോകുമ്പോൾ, നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മാന്യമായ രീതിയിലുള്ള ഡ്രസ് നടത്തണം. എന്നാൽ അതിലുള്ള ഭ്രമം നമ്മൾ മാറ്റണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അല്ല, ഒരാളുടെ പേരാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് അനുസരിച്ചു. പേര് വിളിക്കുന്ന ഭർത്താക്കന്മാരെ, പേര് വിളിക്കുന്ന സഹോദരിമാരെ ഇതുകൂടെ ഒന്ന് നോക്കിക്കോണം. പേരൊക്കെ വിളിച്ച് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ വചനം, ഞാനൊന്നും അതിനെപ്പറ്റി കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വചനം തന്നെത്താൻ എക്സ്പ്ലനേറ്ററിയാ. നിങ്ങളിൽ ആരും ഇല്ലെന്നുള്ളത് തന്നെ എനിക്കറിയാം. ഇത് റെക്കോർഡിങ്ങിലൂടെ കേൾക്കുന്നവരും ഒന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ ഫാഷൻ അനുസരിച്ച് പേരെ വിളിക്കത്തുള്ളൂ. അതൊരു പക്ഷെ അതും ശരിയല്ല, ഒട്ടും ശരിയല്ല. കീഴടങ്ങിയിരുന്നു. സാറ തന്നെത്താനാ കീഴടങ്ങിയത്. ഇതൊരു സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച്
അനുസരിച്ചിരുന്നു, നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആകും. സാറായിയുടെ ആ പാരമ്പര്യത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുക. നമ്മൾ പുതിയ നിയമം സഭ, പുതിയ നിയമ ഇസ്രായേൽ സാറയുടെ പാരമ്പര്യമാണ് ഫോളോ ചെയ്യുന്ന ഈ വാക്യം പറയുന്നത്. അപ്പൊ നമ്മുടെ സഭയിലുള്ള, നമ്മുടെ രക്ഷിക്കപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ പ്രത്യേക ഭാവനത്തിലുള്ള കോണ്ടാക്ട് എന്താ? നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും സോൾവ് ചെയ്താൽ ഷിപ്രക്ക് കൂടാതെ നമുക്കങ്ങ് മുന്നോട്ട് പോകാൻ കഴിയും. കപ്പൽ ഛേദം വരത്തില്ല, കുടുംബം മുങ്ങിപ്പോകത്തില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു തിന്മയാണ് ഡൈവോഴ്സ്. നിങ്ങൾക്കറിയാമോ, ഡൈവോഴ്സ് ചെയ്ത ഒരു കുടുംബം അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഭാര്യയ്ക്കും ഭർത്താവിനുമല്ല, കുഞ്ഞുങ്ങൾക്കാണ്. എന്താണ് അതിൻ്റെ കാരണം? കുറെ കഴിയുമ്പോൾ അവർ മെന്റൽ ഇഷ്യൂസ്, പ്രശ്നമുണ്ടാകുക, ADHD, പഠിക്കാൻ കഴിയുന്നില്ല. പിന്നെ അവർ സമൂഹത്തിന് ദോഷമായി മാറുക. ഞാൻ എൻ്റെ വാക്കുകളോട് ചുരുക്കട്ടെ, ബാക്കി അടുത്ത ആഴ്ച ഞാൻ പറയാം. എന്താണെന്നറിയാം, ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം നമ്മൾ വയലേറ്റ് ചെയ്യരുത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഇതിനകത്തുണ്ടെങ്കിലും റെക്കോർഡിങ്ങിലുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ട വെറുതെയല്ല. ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം, ദൈവഹിതപ്രകാരം കീഴടങ്ങണം. ദൈവം വെച്ചിരിക്കുന്ന സ്ട്രക്ചറാണത്. അത് വയലേറ്റ് ചെയ്താൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ദൈവം തന്നിരിക്കുന്ന എഴുതിയിരിക്കുന്ന വാക്കുകളാണ് ഞാനീ പറഞ്ഞത്. സ്നേഹസമ്പൂർണമായ, സന്തോഷത്തോടു കൂടിയ ഒരു കുടുംബജീവിതം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബാരാധന നടക്കട്ടെ. കുഞ്ഞുങ്ങൾ നല്ല ഭാവിയിലേക്ക് വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മളെ കണ്ടുകൊണ്ടാണ് അവർ പഠിക്കുന്നത്. ദൈവം ഈ എഴുതപ്പെട്ട വചനങ്ങളെ നമുക്ക് തന്നതിനായി സ്തോത്രം. നമ്മുടെ തലങ്ങളെ വണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം, എഴുതിയിരിക്കുന്ന വചനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആപ്ലിക്കബിൾ ആവുവാൻ, ആരെങ്കിലും കർത്താവ് ഇതിനെയൊക്കെ വയലേറ്റ് ചെയ്യുന്നെങ്കിൽ കർത്താവേ, ഇതിനെയൊക്കെ സൂക്ഷിപ്പാൻ തക്കവണ്ണം നിസ്സാരമെന്ന് തോന്നുന്ന പല വിഷയങ്ങളും വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരായി, നിഷ്കളങ്കരായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ.